രക്ഷിച്ചു അല്ലേ? എന്നിട്ട് കാഫിറായിട്ട് മുശ്രിക്കായിട്ട് മരിക്കാണ്. നബി കിണഞ്ഞു നോക്കി, പക്ഷെ പറ്റില്ല. നബിക്ക് സങ്കടായി. ആയത്തിറങ്ങി, പടച്ചോ സമാധാനിപ്പിച്ചു. ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്നാണ്. കാരണം അള്ളാഹു ആണ് അള്ളാഹു ഉദ്ദേശിച്ചോലെ ഹിദായത്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളെ പണിയല്ല എന്നാണ്, നിങ്ങൾക്ക് കഴിയില്ല എന്നാണ്. അത് നബിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ സന്ദർഭമാണ് അല്ലേ? ഖദീജ ബീവി മരിക്കുന്നത്. അതേപോലെ അബൂ ത്വാലിബ് ഒരേ കൊല്ലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രക്ഷയില്ലാതായപ്പം തായിഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉമ്മാന്റെ കൂട്ടക്കാരുണ്ട് തായിഫില്. അങ്ങോട്ട് കത്തെഴുതി അവിടുത്തെ ആൾക്കാരെ കാര്യങ്ങൾ അറിയിച്ചു. ഒരു സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ സഹായിക്കാന്ന് പറഞ്ഞപ്പോത്തിന് ഇവിടുന്ന് ഹുത്തുബത്തും ഷെയ്ബത്തും ഒക്കെ അങ്ങോട്ട് സംഘടിച്ച് പോയിട്ട് ആ സഹായിക്കാന്ന് പറഞ്ഞ ആൾക്കാരെ പിന്തിരിപ്പിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പം സഹായം കിട്ടൂല എന്നുള്ള അവസ്ഥയായി. ഓരോ വീട്ടിലും കയറി ഇറങ്ങിയതാണ്. അവസാനം തെരുവിലിരുന്നപ്പോ കുട്ടികൾ കല്ലെറിഞ്ഞു, മുറിവേറ്റ് ചോരൊലിച്ചു എന്നാണ്. ഇതൊക്കെ നബിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ സന്ദർഭങ്ങളിലാണ്. അപ്പോഴാണ് എന്ത് ചെയ്തത്? സൂറത്ത് യൂസുഫ് ഇറങ്ങണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും മാനസിക പ്രതിസന്ധി അനുഭവിച്ച, താങ്ങും തണലായി നിന്നിരുന്ന ഖദീജ ബീവി മരണപ്പെട്ടു. അബൂ ത്വാലിബ് മരണപ്പെട്ടു. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. ബഹിഷ്കരിക്കപ്പെട്ടു. ആ മലഞ്ചെരിവിൽ 3 കൊല്ലം താമസിക്കേണ്ടി വന്നു. തായിഫിൽ പോയി നോക്കി, അഭയം കിട്ടിയില്ല. അങ്ങനെ എടങ്ങേറായി നിൽക്കുമ്പോഴാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങണത്. സൂറത്ത് യൂസുഫ് ഇറങ്ങണേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് നബിക്ക്. ഒരു പ്രവാചകന്റെ കഥ ഇത്. ഇവിടെ നാട്ടുകാരാണ് പുറത്താക്കണത്, കുടുംബക്കാരാണ് ഉപദ്രവിക്കുന്നത്, കുടുംബക്കാരാണ് തെറി വിളിക്കുന്നത്, നാട്ടുകാരാണ് തെറി വിളിക്കുന്നത്. പക്ഷേ സൂറത്ത് യൂസുഫില് യൂസുഫ് നബിയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്? സഹോദരങ്ങളാണ്. രക്തത്തിൽ പിറന്ന സഹോദരങ്ങള് കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ നബിക്ക് പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ബേജാറാകേണ്ട പ്രവാചകരെ. നിങ്ങൾക്ക് മുമ്പും പ്രവാചകന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? കൊല ചെയ്യാൻ ശ്രമിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതാര്? നാട്ടുകാരല്ല, സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ടോ ഇവിടുന്ന് മദീനയിലേക്കാണ് പോകേണ്ടി വരുന്നത് അല്ലെ? മദീനയിലേക്കാണ് നാട് കടത്തപ്പെടുന്നത്. പക്ഷെ യൂസുഫ് നബിയെ കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അടിമച്ചന്തയിൽ വിൽക്കാനാ കൊണ്ടുപോകുന്നത്. ആരെ? ഒരു ചെറിയ കുട്ടിനെ ഏട്ടന്മാര് കൂടിയിട്ട് കിണറ്റി കൊണ്ടിട്ടൊക്കെയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അവിടുന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി അടിമച്ചന്തയിൽ എത്തിച്ചേക്കാണ്. അവിടുന്ന് സഹോദരങ്ങളെ ഒരു കൊട്ടാരത്തിലെത്തിയാണ് അല്ലേ? എന്നിട്ടോ അവിടുന്ന് നല്ല വളർച്ചയും പാകമായപ്പോൾ വ്യഭിചാരം ആരോപിക്കപ്പെട്ട് ജയിലിലടക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏറ്റവും വെറുക്കുന്ന, നിങ്ങൾ ലഹരിക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ്, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് ലഹരി. എന്നിട്ട് നിങ്ങളെ കള്ളക്കേസിൽ MDM ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുടുക്കി ജയിലിലിട്ട നിങ്ങളെ അവസ്ഥ എന്തേക്കാരം? അങ്ങനെ നാട്ടിൽ വാട്സപ്പിലൊക്കെ അങ്ങനെ പോവാ, കണ്ണിയൻ MDM ഉപയോഗിക്കുന്നുണ്ട്. കണ്ണിയൻ MDMനെതിരെ പ്രസംഗിക്കണ വയറൊരു ഭാഗത്ത്, കണ്ണിയനെ പോലീസ് കുടിച്ചോണ്ടോന്ന ഒരു വീഡിയോ ഒരു ഭാഗത്ത്. എന്നിട്ട് ആൾക്കാർ ആഘോഷിക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കുക, എന്തൊരു അപമാനാണത്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം നമുക്കെതിരെ ആരോപിക്കപ്പെട്ട് നമ്മൾ ജയിലിലടക്കുക, എന്നിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കുക. നിങ്ങൾ ആലോചിക്കുക, ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ഒരു 20ാമത്തെ വയസ്സിൽ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു 40, 38, 40 നിങ്ങളെ പുറത്തു വിട്ടാല് എന്താ അവസ്ഥ? ചെയ്യാത്ത കുറ്റത്തിന്, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന കാര്യത്തിന്റെ പേരിൽ കള്ളത്തരം ആരോപിച്ചുകൊണ്ട് ജയിലിലടക്കപ്പെടാ ഒരു പ്രവാചകന്റെ അവസ്ഥയാണിത്. ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈജിപ്തിലെ മന്ത്രിയായി തിരിച്ചു വരികയാണ്. ഈജിപ്തിലെ മന്ത്രിയായിട്ട് കുറ്റം ചെയ്ത ആളുകള്, സഹോദരങ്ങൾ കാൽക്കലേക്ക് കീഴിലേക്ക്, അവരുടെ യൂസുഫ് നബിന്റെ കാൽക്കലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ. എന്നിട്ട് പറഞ്ഞെന്താ? നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ്. ഇന്ന് നിങ്ങളോട് എന്തില്ല? നിങ്ങൾക്ക് കുറ്റമില്ല എന്നാണ്. നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നില്ല എന്നാണ്. അവസാനം യൂസുഫ് നബി അവരോട് പറയുന്നത് മാപ്പ് കൊടുക്കാണ്. സഹോദരങ്ങൾ, അതേ നബിന്റെ ജീവിതം നോക്കി. യൂസുഫ് നബിക്ക് എന്തൊക്കെ സംഭവിച്ചോ അതന്നെയാണ് നബിക്ക് സംഭവിച്ചത് അല്ലെ? യൂസുഫ് നബിയെ സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബക്കാരും നാട്ടുകാരും കൊല്ലാൻ ശ്രമിച്ചു അല്ലെ? കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഊരി പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തലെടുക്കാൻ വേണ്ടി നടക്കുന്നു. ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ നബിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ആരാണ് പുറത്താക്കിയത്? ഖുറൈശി ഗോത്രാണ് പുറത്താക്കണേ, സ്വന്തം ഗോത്രാണ്. അതേപോലെ പുറത്താക്കപ്പെടുകയാണ് അല്ലേ? എന്നിട്ടോ വീണ്ടും തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക്, മക്കം ഫത്ഹിന്റെ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ജനതയോട്, പുറത്താക്കിയ ജനതയോട് അല്ലേ, ആക്ഷേപിച്ച അല്ലേ, എല്ലാ തരത്തിലും കുറ്റപ്പെടുത്തിയ, കളവ് പ്രചരിപ്പിച്ച, അപഹസിച്ച, കളിയാക്കിയ, ഉപദ്രവിച്ച ആ ജനതക്ക് മാപ്പ് കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ്, എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നതാണ്. മക്കം ഫത്ഹിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാണ്.
ഒരാൾക്ക് അങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റും സഹോദരങ്ങളെ? ആർക്കെങ്കിലും കഴിയോ? നിങ്ങളെ പുറത്താക്കി, നമ്മളെ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ പുറത്താക്കി, നമ്മളെ ഉപദ്രവിച്ചു. നമസ്കരിക്കുമ്പോൾ കൊടൽമാല, ഒട്ടകത്തിന്റെ കൊടൽമാല തലി കൊണ്ട് ഇടുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ നമ്മൾ പോണ വഴിയിൽ മുള്ളിടുക, മലറിയ. നിങ്ങൾ നോക്കിയാ അത്രയും നമ്മൾ ഉപദ്രവിച്ച് അവസാനം ഗതി കിട്ടാതെ നമ്മൾ മദീനയിലേക്ക് നാട് വിട്ടു പോയിട്ട് തിരിച്ച് നമ്മൾ അധികാരമായിട്ട് മദീനയുടെ രാജാവായിട്ട് മദീനയുടെ ഭരണാധികാരിയായിട്ട് മുഴുവൻ സന്നാഹങ്ങളുമായിട്ട് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നത്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും അവിടെ തലെടുക്കാൻ പറഞ്ഞാൽ ആരെ തലയെടുക്കും? അത്രയും സെറ്റപ്പിലാണ് വരുന്നത്. പക്ഷേ മാപ്പ് കൊടുത്തു, എല്ലാവർക്കും മാപ്പ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. നബി മാപ്പ് കൊടുത്തവനായിരുന്നു. ആർക്കാണ് സഹോദരങ്ങളെ അങ്ങനെ അധികാരത്തിലെടുക്കുമ്പോൾ ആർക്കാണ് മാപ്പ് കൊടുക്കാൻ പറ്റുക? സർവ്വതും നശിപ്പിക്കാൻ, സർവ്വരെയും നശിപ്പിക്കാൻ, ഏതക്രമിയെയും കൊല്ലാൻ കഴിവുണ്ടായിരിക്കെ അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് വലിയൊരു ക്വാളിറ്റിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വഇന്നഹു ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ എന്തിനൊക്കെ പറഞ്ഞാൽ ഈ ആയത്ത് അങ്ങനെയാണ്. ഈ ആയത്ത് അതാണ്. എന്താണ്? ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും, ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണ്. 23 ചരിത്രത്തിൽ ഇത്രയും ചെറിയൊരു കാലഘട്ടം ഇത്രയും വലിയ സ്വാധീനം ചെലുത്തിയ മറ്റൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കി, 23 വർഷം ജീവിച്ച ഒരു മനുഷ്യന് ഇത്രയും വലിയ മാറ്റാണ് ഉണ്ടാക്കിയത്. ഇത്രയും ആളുകളുടെ ഹൃദയമാണ് കീഴടക്കിയത്. 4, 5, 6 ആൺകുട്ടികൾ നബിയുടെ ജീവിതത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു 6 കുട്ടികളെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരും. 6 ആൺകുട്ടികളെ. അതിന്റെ വിഷമത്രയാണ്. ജനങ്ങൾ കളിയാക്കാണ്. വാലറ്റവനാണ് മുഹമ്മദ്, വാലറ്റവനാണ്. അവന് ആൺകുട്ടികളില്ല, അവന്റെ തലമുറ അറ്റുപോയിരിക്കുന്നു. വാലറ്റവനെന്ന് മുഹമ്മദ് നബിയെ കളിയാക്കി മക്കക്കാര്. കാരണം എന്താ? 5, 6 ആൺകുട്ടികൾ മരിച്ചുപോയി ചെറുപ്പത്തിൽ. പരിഹാസമാണ്. അള്ളാഹു സമാധാനിപ്പിച്ച ആയത്തിറക്കി. എന്താണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രവാചകരെ, അവരല്ല, താങ്കളല്ല വാലറ്റവര്, അവരാണ് വാലറ്റവര്. കാരണം അവരിന്ന് ആരെങ്കിലും ഓർമ്മിക്കേണ്ട സഹോദരങ്ങളെ? ആരെങ്കിലും അബൂലഹബിനെ ഓർമ്മിക്കുണ്ടോ? ആരെങ്കിലും അബൂജഹലിനെ ഓർമ്മിക്കുണ്ടോ? ആരെങ്കിലും ഉത്ബത്തിനെ ശൈബത്തിനെ ഓർക്കുണ്ടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ആ പ്രവർത്തികളും അനുധാവനം ചെയ്ത് ഒരു തലമുറ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി, ആ പേരുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, നബി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രശസ്തി ഈ ദുനിയാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രശസ്തി വേറെ ആർക്കാ സഹോദരങ്ങളെ കിട്ടിയത്? ഇല്ല. അതും 23 വർഷമേ നബി ജീവിച്ചിട്ടുള്ളൂ. അല്ലെ? ആ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാകും. ഈ അറേബ്യ എന്ന ആർക്കും വേണ്ടാത്ത ഒരു ലോകത്തിന്റെ മാപ്പുകൾ ഇങ്ങനെ നിർത്തി വെച്ചാൽ, ഈ ഗ്ലോബ് ഉണ്ടല്ലോ, ഈ ഗ്ലോബ്, ആ ഗ്ലോബ് ഇങ്ങോട്ട് പരത്തിയാൽ അതാണ് മാപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് മാപ്പ്. അതിന്റെ നടുവിലാണ് അറേബ്യ വരിക. നടുവിലാണ് അറേബ്യ വരിക. ഒരു ചെറിയ മരുഭൂമിയാണ്, അല്ലെ? ഒരാർക്കും വേണ്ടാത്തൊരു ഡ്രൈ ലാൻഡാണ്. കാര്യമായിട്ട് കൃഷിയൊന്നും ഇല്ലാത്ത ഒരു ഉണങ്ങിയ വരണ്ട ഭൂമിയാണ് അറേബ്യ എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ഭാഗത്ത് റോമൻ ചക്രവർത്തിമാരാണ്, ഒരു ഭാഗത്ത് പേർഷ്യൻ ചക്രവർത്തിമാരാണ്. ഇത് ഈ രണ്ട് ചക്രവർത്തിമാർക്കും ഏകദേശം 700-800 വർഷത്തെ പാരമ്പര്യമുണ്ട് ചരിത്രത്തിൽ. വലിയ വലിയ സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ലോകത്തിലെ 2 വലിയ ശക്തികളാണ് റോമും പേർഷ്യൻ. ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററാണ് ഈ രാജാക്കന്മാർ അടക്കി വാരിച്ചിരുന്നത്. ഈ 2 രാജാക്കന്മാർക്കും വേണ്ടാത്ത നടുത്ത്, അവരാരും ഒരു സൈനിക മുന്നേറ്റം നടത്താത്ത, ഓർക്കൊന്നും വേണ്ടാത്ത, ഒരു മെച്ചമില്ലാത്ത, ഒരു കൃഷിക്ക് പോലും പറ്റാത്ത ചെറിയൊരു ലാൻഡാണ് ഈ അറേബ്യ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ അറേബ്യയിൽ മാറ്റമുണ്ടായത് ഒരു പ്രവാചകൻ വന്നപ്പോഴാണ്. ഒരു പ്രവാചകനെ അല്ലാഹു ഹിജ്റ ക്രിസ്താബ്ദം 571 അവിടെ ജനിപ്പിക്കുകയാണ്. അല്ലെ? 40 വർഷം അവർക്കിടയിൽ ജീവിച്ച് 40ാമത്തെ വയസ്സിൽ പ്രവാചകനായി. പിന്നീട് 23 കൊല്ലാണ് പ്രവാചകൻ ജീവിക്കുന്നത്. അല്ലെ? അമവിയ കാലഘട്ടം അവസാനിക്കുമ്പോൾ അബ്ബാസിയ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഹിജ്റ 130 ആയപ്പോൾ, ഹിജ്റ 130 ആയിട്ടുള്ളൂ. ഹിജ്റ 130 ആയപ്പോൾ ലോകത്തിന്റെ മാപ്പ് തന്നെ മാറി. കാരണം ഈ ഭാഗത്തുണ്ടായിരുന്ന റോമിനെയും
മറ്റേ ഭാഗത്തുണ്ടായിരുന്ന പേർഷ്യയും ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അധികാരം അടക്കിവാണിരുന്ന ലോകത്തെ രണ്ട് വലിയ സൈനിക ശക്തികളെയും ഈ ഹിജ്റ 130 ഈ നടുവിൽ വന്ന ചെറിയൊരു സംസ്കാരം അവരെ വിഴുങ്ങിക്കളഞ്ഞതാണ്. ലോകത്തിന്റെ മാപ്പ് മാറി, പിന്നെ മൊത്തം അറേബ്യയുടെ ഇസ്ലാമിക രാജ്യമായി മാറിയെന്ന് ചരിത്രം പഠിച്ചുകൊടുക്കുക. ആ മാറ്റം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? റോമും പേർഷ്യയും എല്ലാം ഇസ്ലാമിന്റെ കീഴിലായി. ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ മാപ്പ് തന്നെ ഹിജ്റ 130 മാറിയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജുമുഅയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എങ്ങനെയാണ്? അവൻ നിരക്ഷരനായ ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അല്ലാഹു നിയോഗിച്ചു എന്നാണ്. 40 വർഷം അവർക്കിടയിൽ ജീവിച്ച എഴുത്തും വായനയും അറിയാത്ത അവരിൽപ്പെട്ട ഒരു മനുഷ്യനെ അല്ലാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പ്രവാചകൻ അല്ലാഹുവിന്റെ കിതാബ് അവർക്ക് ഓതിക്കൊടുത്തു എന്നാണ്. വയുഅല്ലിമുഹുൽ കിതാബ, ആ കിതാബ് ഓതിക്കൊടുത്തുമല്ല, പഠിപ്പിച്ചു, താലീം നടത്തി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പിന്നെ അവരെ അവരെ സംസ്കരിച്ചു. ഈ വലിയ മാറ്റം ആ ചരിത്രത്തിൽ മാപ്പ് മാറിയതല്ല സഹോദരങ്ങളെ. ഏറ്റവും വലിയ അത്ഭുതം എന്നത് മനുഷ്യ മനസ്സുകൾ മാറി എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ആ പ്രവാചകന് ചുറ്റും ജീവിച്ച ആളുകൾ മാറി എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ നിങ്ങൾക്ക് മേൽ സാക്ഷിയായി കേട്ടോ. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതാണ് സഹാബികൾ പഠിച്ചത്, സഹാബികൾ മനസ്സിലാക്കിയത്. അവർ താബിഈങ്ങൾക്ക് ആ പ്രവാചകനെ പറ്റി വിവരിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളെ നബി ഇങ്ങനെയായിരുന്നു, ഞങ്ങളെ നബി ചിരിച്ചു, ഞങ്ങളെ നബി ദേഷ്യപ്പെട്ടു, ഞങ്ങളെ നബി ഇങ്ങനെ ഉടുത്ത്, ഞങ്ങളെ നബി നിസ്കരിച്ചപ്പം സുജൂദിൽ പോയപ്പം കൈയിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നിലത്ത് വെച്ചു, നെറ്റിയുടെ ഏത് ഭാഗത്ത് വെച്ചു, വിരല് കാലിന്റെ വിരൽ എങ്ങനെയാണ് വെച്ചത്, നബി സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പം ആദ്യം ഏത് ഭാഗമാണ് പൊന്തിയത്, നബി സലാം വീട്ടിയപ്പോൾ കവിളാണ് കണ്ടത്, എത്ര വരെ തല തിരിച്ചു, അല്ലെ നബി എപ്പോഴാണ് ദേഷ്യപ്പെട്ടത്, നബി ചിരിച്ചപ്പോ എത്ര പല്ല് കണ്ടു. ഇതൊക്കെ സഹോദരങ്ങളെ ആ ചുറ്റുമുണ്ടിരുന്ന ആ സമൂഹം സഹാബികൾ ഒപ്പിയെടുത്തിരിക്കുകയാണ്. അത് തലമുറകളിലൂടെ ഹദീസായിട്ട് ഇന്നും നമ്മളെ കയ്യിലുണ്ട്, മാറ്റമില്ലാതെ, വള്ളിപുള്ളി മാറ്റമില്ലാതെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വഴി കൂടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മൂപ്പര് ചിരിച്ചു. അപ്പൊ കൂടുതലുള്ളവർ ചോദിക്കണേ, നിങ്ങൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചത്? നബി ഒരിക്കൽ തീരെ പോയപ്പോൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചു എന്നാണ്. നബി ഒരിക്കൽ തീരെ പോയപ്പം ഈ സ്ഥലത്തെത്തിയപ്പോൾ നബി ചിരിച്ചു, ഞാൻ കണ്ടുകിടും, ഞാനും ചിരിച്ചു. അതാണ് മുത്തബി ഉസ്സുന്ന, പ്രവാചകനെ അത്രത്തോളം പിൻപറ്റിയവരും, അല്ലെ? ആ പ്രവാചകൻ ആ പ്രവാചകനെ അല്ലാഹു നമുക്ക് വേണ്ടി സാക്ഷിയാക്കി. എന്തിന്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണ്. അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമാണ്. ആ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത്, ആ പ്രവാചകൻ എന്തൊക്കെയാണോ പഠിപ്പിച്ചത്, അതാണ് സഹോദരങ്ങളെ ഖുർആൻ. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഖുർആനിനെ അടർത്തി മാറ്റാൻ സാധ്യമല്ല, അല്ലെ? ഈ സൂറത്ത് യൂസുഫ് അവതരിച്ചപ്പോഴാണ് നബി ഏറ്റവും ഡിപ്രഷനായി നിൽക്കുമ്പോഴാണ്. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അടഞ്ഞു, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ മരിച്ചുപോയി, അല്ലെ? സപ്പോർട്ട്, ഏറ്റവും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന ഖദീജ ബീവി മരിച്ചു, അബൂ ത്വാലിബ് മരിച്ചു. ഏക സഹായം കിട്ടുന്ന പ്രതീക്ഷ തായിഫിന് പോയപ്പം അവിടുന്ന് കല്ലേറ് കിട്ടി. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂസുഫ് ഇറക്കി, അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചു. ഇന്ന മഅൽ ഹുസ്രി യുസ്ര ആയത്തിറങ്ങിയതപ്പോഴാ? അത് ഈ വർഷമാണ് ആയത്തിറങ്ങിയത്. പ്രവാചകരെ, പ്രയാസത്തോടൊപ്പം താങ്കൾക്ക് എളുപ്പമുണ്ട് എന്ന് ഖുർആൻ ആയത്തിറങ്ങി. അങ്ങനെ പിന്നെ മദീനയിലേക്ക് പോയിട്ട് അവിടെ ഇസ്ലാം വിശാലമാകുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഖുർആൻ മാറ്റിക്കൊണ്ട് ആയത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തണം, നിങ്ങൾ സകാത്ത് നൽകണം, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. എന്താണ് അല്ലാഹുവിന്റെ മാർഗം? അത് ഖുർആനാണ്. അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അല്ലാഹുവിന്റെ കയറായ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം. ആ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ജീവിതത്തെ, ഹദീസുകളെ നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് വഅ്തസിമൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ യജമാനൻ, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, എത്ര നല്ല സഹായി, എത്ര നല്ല രക്ഷാധികാരി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സൂറത്ത് ഹജ്ജിലെ ആയത്ത് അവസാനിപ്പിക്കണം. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പരിശ്രമിക്കണം, ജിഹാദ് ചെയ്യണം. എന്നിട്ട് പറയണേ ഹുവജ്തമാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നിട്ടാണ് ഈ ആയത്ത് ഇങ്ങനെ പോകുന്നത്. സഹോദരങ്ങളെ, ഇതാണ് പറഞ്ഞു തരാനുള്ളത്. ഇതാണ്, അവനാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര്
നൽകിയത്. അത് നിങ്ങളുടെ ബാപ്പ ഇബ്രാഹിമിന്റെ മാർഗമാണ്. ആ ഇബ്രാഹിം നബി എത്ര കഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ അല്ലെ, എന്തൊക്കെ പ്രയാസങ്ങൾ അല്ലെ. ഞാൻ നേരത്തെ അല്ലേ, ഒരാൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ വിഷയം, ഭാര്യന്റെയും കുട്ടിന്റെ വിഷയം, അതിലൊക്കെ പരീക്ഷിക്കപ്പെട്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വരും. പക്ഷേ ഇബ്രാഹിം നബി അതിജീവിച്ച പോലെ ഈ ആദർശം കൊണ്ട് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതിജീവിക്കണം. മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയതിനാണ് അല്ലേ. അവൻ നിങ്ങൾ ഖൈറ ഉമ്മത്താണ് എന്ന് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ നന്മയെ കൽപ്പിക്കുന്നവരും സദാചാരത്തെ കൽപ്പിക്കുന്നവരും ദുരാചാരത്തെ വിരോധിക്കുന്നവരുമാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളെ ജീൻസും ടീഷർട്ടും കുട്ടി ഇറങ്ങാൻ പാടില്ല. ഒരു പെൺകുട്ടി ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് പബ്ലിക് സ്പേസിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. പറ്റൂല സഹോദരങ്ങളെ. അള്ളാന്റെ റസൂൽ വിരോധിച്ചതാണ്. ടീഷർട്ടും ജീൻസും അത്ര പൂതിയാണെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ബെഡ്റൂമിൽ ഇട്ടോട്ടെ, പക്ഷെ പബ്ലിക് സ്പേസിലേക്ക്, മറ്റൊരു പുരുഷൻ കാണുന്ന സ്പേസിലേക്ക് ആ ഡ്രസ് ഇട്ടിട്ട് മുസ്ലിം സ്ത്രീക്ക് ഇറങ്ങാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മളെ പേര് മുസ്ലിം അല്ല. നമ്മൾ മുസ്ലിം ആണെങ്കിൽ, അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രസ് നമുക്ക് പറ്റൂല അല്ലെ. സ്പ്രേ അടിച്ചിട്ട് പെണ്ണിന് പബ്ലിക് സ്പേസിലേക്ക് പോകാൻ പറ്റൂല. ചിലപ്പോ ഓരോരുത്തർ തത്തമ്മന്റെ മാതിരിയാണ് ഓരോരുത്തർ. നിങ്ങൾ നോക്കി, ഇവിടെ വല്ലാത്ത ഫിത്നല്ല. പച്ച കളറടിച്ച് പച്ച കളറുള്ള മുടി പെൺകുട്ടിയാക്ക്, ചുവന്ന ചുണ്ടും, തത്തമ്മ എന്നല്ല എന്താ വിളിച്ച. പിന്നെ ഓരോ കോലത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ പെരിയൊക്കെ പെൺകുട്ടികൾ ചോദിക്കും മുടിക്ക് കളർ അടിച്ചിട്ടേന്ന്. കാരണം എല്ലാവരും കളർ അടിച്ചിട്ട് ചോപ്പ്, പച്ച, സ്വർണ്ണ കളറ്, മഞ്ഞ കളറ്, ഇല്ലാത്ത കളറില്ല. ഇതൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. നമ്മളെ കുട്ടികളും ചോദിക്കും സഹോദരങ്ങളെ. കാരണം അങ്ങനെയാണ് ഇതിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ജീവിതത്തിനൊരു ലക്ഷ്യം, അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കണം മാത്രമല്ല, അത് ജീവിതത്തിലൂടെ ഒരു ബോധമായിട്ട് പകർന്നു നൽകാൻ നമ്മുടെ വ്യക്തി ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. വെറും പറഞ്ഞ് പഠിപ്പിച്ച് മദ്രസക്ക് പോയിക്കോ അവിടുന്ന് പറഞ്ഞിരുന്നല്ല. ഇവിടെ കണ്ടാൽ ഇവിടത്തെ നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് നിലപാട് ശരിയാണ് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ എന്താ അറിയോ, ആ പെരന്റെ ഇത് വിട്ടാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയി വരിക. അപ്പോ സീറ്റ് ഇട്ടിട്ട് പെണ്ണിന്റെ അടുത്ത സീറ്റ് ഇട്ടി. സത്യം പറഞ്ഞാല് നമ്മള് ഉറങ്ങിയിട്ടില്ല. കാരണം എങ്ങാനും കജ്ജോ കാലങ്ങളിൽ പോയിട്ട് ഉറക്കത്തില് നമ്മള് തലമൊക്കെ മൂണുകാണ്ട എന്തെങ്കിലും വിത്തരണ്ടായ കഴിഞ്ഞില്ലേ, ഉറങ്ങിയിട്ടില്ല, ബേജാറായിട്ട്. അവസാനം ഇവിടെ എത്തിയപ്പം കണ്ട കാഴ്ച തരങ്ങള് കണ്ടാ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ഒന്നാം തരം കാഫാണ്. ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, പറന്നിട്ട് കണ്ട് പോകും. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ബാഗിൽ നിന്ന് ഒരു പറന്നിട്ടിട്ടുണ്ട്, പെരീക്കുഴി ഷാളൊക്കെ ഇട്ടിട്ട് കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഡ്രസ്സിനെ പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഡ്രസ്സ് ഇഷ്ടല്ല. അതുകൊണ്ടാണല്ലോ ആ ഡ്രസ്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ ഹിജാബ് ഇഷ്ടമല്ലാതെ. അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഒരു വസ്ത്രം സഹോദരങ്ങളെ അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അള്ളാഹിനും റസൂലിനും വില മതിക്കണില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം തരങ്ങൾ. നിങ്ങൾ ഇപ്പൊ ഇന്ന് നേരം പോലത്തെ ഈ നേരാവോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്താ നിങ്ങൾക്കറിയോ? അറിയോ? എന്താണ്? അല്ലാഹു അക്ബർ. അല്ലാഹു ഒരു നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആലോചിക്കി, ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ എത്ര അല്ലാഹു അക്ബർ പറയണ്ടേ? ആ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോൾ എത്ര അല്ലാഹു അക്ബർ. ഇക്കാമത്ത് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബറാണ്. നിസ്കാരത്തിലേക്ക് കയറിയ അല്ലാഹു അക്ബറാണ്. നിസ്കാരത്തിന് ഓരോ സ്റ്റെപ്പിലും അല്ലാഹു അക്ബറാണ്. നിസ്കാരം കഴിഞ്ഞാൽ 33 തൊട്ട് അല്ലാഹു അക്ബർ എക്സ്ട്രാ ആണ്. പിന്നെ അടുത്ത ബാങ്കിന് തന്നെ സ്ഥിതി, ബാങ്ക് ഇക്കാമത്ത് നിസ്കാരത്തിന് മുഴുവൻ അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ പിന്നെ 33 അല്ലാഹു അക്ബർ. ഇത് കഴിഞ്ഞ് കിടന്നുറങ്ങാമോ 34 അല്ലാഹു അക്ബർ. ഇത്രയധികം തവണ വേറെ ഏതെങ്കിലും വാക്കുകൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു വലിയവനാണ്. വലിപ്പം കൊണ്ടല്ല സഹോദരങ്ങളെ, വലിപ്പം കൊണ്ടല്ല വലിയവൻ. അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്കാണ് ഞാൻ ജീവിതം കൊണ്ട് എന്റെ നിലപാടതാണ്. ഞാൻ എന്തുകൊണ്ടാണ് എരിയാണിക്ക് താഴെ വസ്ത്രമിടാത്തത്? ഞാൻ എന്തുകൊണ്ടാണ് താടി വളർത്തുന്നത്? ഞാൻ എന്താണ് എന്റെ മീശ ചുണ്ടിന്റെ മുകളിലേക്ക് വരാതെ വെട്ടി നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? എനിക്കൊരു നിലപാടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ലോൺ അടക്കുന്നില്ല? ഞാൻ എന്റെ വാഹനത്തിന് എന്താണ് പ്രീമിയം ഇൻഷുറൻസ് എടുക്കാത്തത്? ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്കൊരു നിലപാടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഒരു നിലപാടുണ്ട്. അല്ലാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾക്കെതിരെ ഒരു നിലപാടും ഞാൻ ജീവിതത്തിൽ, അതെന്തൊക്കെ വലിയ നഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ വരുത്തിയാലും ശരി, അതിന് ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല്. അത് ഇത്രയേറെ പ്രഖ്യാപിച്ചിട്ട്, ഇത്രയേറെ അത് പ്രഖ്യാപിച്ചിട്ട് സഹോദരങ്ങളെ, അതിനോട് ജീവിതത്തിൽ ഒരു നീതി പുലർത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് നിഫാക്കാണ് കാണിക്കുന്നത്?
എന്ത് നിഫാക്കാണ് കാണിക്കുന്നത്? അതുകൊണ്ട് ഈ ദിനോട് നമ്മൾ വേണ്ടത് ഇതിൽ നമുക്ക് ഇസ്സത്ത് വേണം, പ്രതാപം വേണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നാണ്. ആർക്കാണ് ഇസ്സത്ത്? അല്ലാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമാണ് ഇസ്സത്ത് ഉള്ളത്. ഇത് ആയത്താണ്, സൂറത്തു മുനാഫിഖൂന്റെ ആയത്താണത്. ഈ ആയത്ത് എപ്പോഴാ ഇറങ്ങിയത്? നിങ്ങള് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോ മദീനയിൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന മുനാഫിഖുകളുടെ നേതാവ് പറയണത് മദീനയ്ക്ക് അങ്ങോട്ട് എത്തട്ടെ, നാട്ടിലേക്ക് അങ്ങോട്ട് എത്തട്ടെ. ടൂറൊക്കെ പോയി കച്ചറണ്ടായാലും പറയല്ലോ, മാഷ് പറയല്ലോ, അങ്ങോട്ട് എത്തട്ടെ, സ്കൂൾക്ക് തിരിച്ചെത്തട്ടെ എന്നറിയില്ലേ? മദീനയ്ക്കാണ് തിരിച്ചെത്തട്ടെ. എന്നിട്ട് എന്ത് വേണം? ഈ നിന്യരായ ഈ അറബികളെ, ഈ നിന്യരായ ആളുകളെ, ഈ പ്രതാപികളായ നമ്മൾ, പ്രതാപികളാരാണ്? മുനാഫിക്ക്. നിന്യരായ മുസ്ലിങ്ങളെ നമുക്ക് മദീനയിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കുക തന്നെ ചെയ്യുന്ന പറഞ്ഞത്. പടച്ചോൻ പറഞ്ഞ മറുപടിയാണ് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് ആർക്കാണ്? അല്ലാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്ത് ഉള്ളത്. അതുകൊണ്ട് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല വണ്ടിയോ നല്ല കുപ്പായോ നല്ല പാൻറ്റോ നല്ല കാണാൻ നല്ല ടൈ ഇട്ടല്ല ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുണ്ടാകണം. ആദ്യം മനസ്സിലുണ്ടാകണം. നമ്മൾ അനുസരിക്കുന്നത് ആരെയാണ്? മനുഷ്യ നിർമ്മിത നിയമങ്ങളെ അല്ല. ഇവിടെ ബാക്കി ഏത് ദിവസങ്ങൾ എടുത്ത് നോക്കിയാലും എന്താ ഇപ്പൊ ലിബറലിസം എന്ന് പറഞ്ഞാൽ? ലിബറലിസം എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്യാനാണ്. അനക്കെന്താ തോന്നുന്നത് ഈ ചെയ്യാ. അത് ഒരു കൂട്ടായ്മ ഓൽക്ക് എന്തൊക്കെയാ തോന്നുന്നത് അതൊക്കെ ചെയ്യും. അതാണ് ലിബറലിസം. വേറെ ഏത് പ്രത്യയശാസ്ത്രം എടുത്താലും ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? അത് മാർക്സിനും ലെനിനും കാരൽ മാർക്സിനൊക്കെ എന്താണ് തോന്നിയത്? അത് ഓരോ എഴുതി വെച്ചതാണ് മാർക്സിസം എന്ന് പറഞ്ഞാല്. കാരൽ മാർക്സ് എഴുതിയതാണ് മാർക്സിസം എന്ന് പറഞ്ഞാല്. ഏത് പ്രത്യയശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അല്ലാഹു ആകാശലോകത്ത് നിന്ന് ഇറക്കിയ സമാവിയായ നിയമങ്ങളാണ്. ആകാശത്ത് നിന്ന് വന്ന വഹിയാണ്. നമ്മൾ നിക്കാഹ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ നോമ്പ് നോൽക്കുന്നത്, നമ്മൾ പലിശ എടുക്കാത്തത് അല്ലെ, നമ്മൾ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നത്, നമ്മൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നത്, നമ്മളിവിടെ ഡയാലിസിസ് സെന്ററിലൊക്കെ പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സക്കാത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരും മനുഷ്യനിർമ്മിത നിയമങ്ങളെ അല്ല നമ്മൾ അനുസരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ആരെങ്കിലും പറഞ്ഞോണ്ടല്ല, ഓരൊക്കെ ആരെങ്കിലും പറഞ്ഞോണ്ട് ചെയ്യുന്നതാണ്. ഇവിടെ എന്താ ആൾക്കാർ തോന്നിയാസം കാട്ടുന്നത്? അത് ഓൽക്ക് തോന്നിയതാണ്. ഓൽക്കിപ്പോ തോന്നുന്നു ഇതാണ് നല്ലത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതല്ല തോന്നും. അപ്പോൾ മാറ്റി ചിന്തിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഇതൊക്കെ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു ഈ മതത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഒരു പ്രയാസവും നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ചേൽക്ക് നടക്കുമ്പോൾ ആൾക്കാർ പരിഹസിക്കും, ആൾക്കാർ കളിയാക്കും. എത്താപ്പോന്റെ കോലം, എത്താപ്പോന്റെ താടി, എത്താപ്പോന്റെ പാന്റ്, വെള്ളപ്പക്കൾ കൊടുത്ത് പാന്റ് ഇട്ട് വന്ന മാറിയാണ് കളിയാക്കും സഹോദരങ്ങളെ. പക്ഷേ അല്ലാഹു റസൂൽ പറയാണ് ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്വത്തിൽ നിന്നാണ്. അല്ലെ, കുറച്ചാളുകൾ അല്ലെ, അബൂബക്കർ സിദ്ദീഖും ഖദീജ ബീവിയും അലി റളിയല്ലാഹു അൻഹു, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂട്ടുകാരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കച്ചവടക്കാരും, അങ്ങനെ കുറച്ച് ബിലാൽ, അങ്ങനെ അമ്മാർ, കുറച്ച് അടിമകളും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെയാണ് ഇത് തുടക്കത്തിൽ തുടങ്ങിയത് അല്ലേ. അത് ഇതേപോലെ അവസാനമാകുമ്പോൾ അപരിചിതത്വത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. എല്ലാവരും ലിബറലിസവുമായിട്ട് തോന്നിയമാരി അല്ലെ, മുസ്ലിം വീടുകളിൽ നിന്ന് പോലും പെൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ഇട്ട്, മുടി ചോപ്പിച്ചുകൊണ്ട്, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട്, ഹിജാബ് മുടി മറക്കാതെ തോന്നിയാസം കാട്ടി അഴിഞ്ഞാടുന്ന കാലം വരുമ്പോഴും സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാമിന്റെ തനതായ ആ ആദർശത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം ഇത് അത് മടങ്ങുന്നതാണ്. അവർക്ക് അന്ന് ആ സമയത്ത് അത് പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മംഗളമുണ്ട് എന്നാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്, യഅതി അലന്നാസി സമാൻ, ഒരു കാലം വരും ജനങ്ങൾക്ക്, അന്നെന്താണ്? അസ്വാബിറു ഫീഹി അലാ ദീനിഹി ഖൽ ഖാബിൽ അലൽ ജംർ, ഒരു ചുവന്ന തീക്കട്ട കൈയിന്റെ ഉള്ളനടി പിടിച്ചിക്കാം. എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും പ്രയാസം ഉണ്ടാവും ദീനനുസരിച്ച് ജീവിക്കാന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നാണ്. അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ എന്തൊരു വിശ്വാസി തളരേണ്ടതില്ല.